അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂപ്പർ കേരളത്തിന്റെ ആകെ മൊത്തം പൊതുകടമെന്ന് പറയുന്നത് ഇവർ തന്നെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ 5.7 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ പൊതുകടം. അത്രയും പൊതുകടം നിലവിലിരിക്കെ തന്നെ ഈ സലീം കുമാർ എന്ന് പറയുന്ന അന്തരിച്ച നമ്മുടെ അതുല്യനായ കലാകാരന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയാനായിട്ട് 1 കോടി രൂപ മാറ്റിവെക്കുകയും ആ ഒരു ഗായകന് വേണ്ടിയിട്ട് 1 കോടി രൂപ അതിനുവേണ്ടിയും മാറ്റിവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ചിരിക്കുന്ന മുഖ്യമന്ത്രി, പൂക്കി മുഖ്യമന്ത്രിയെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണോ ഇദ്ദേഹം ഊന്നൽ നൽകുന്നത്? അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള മറ്റ് പട്ടിണി പാവങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? പല വിഷയങ്ങളുണ്ട്. പെൻഷൻ, ക്ഷേമ പെൻഷന്റെ കാര്യങ്ങൾ നമുക്കറിയാം, അതെടുത്ത് കളഞ്ഞത് നമുക്കറിയാം. ആശമാർക്കുള്ള വേതനം അത് കൂട്ടുന്നതിനെ പറ്റിയുള്ള ഒരു കാര്യം നമുക്കറിയാം. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം എല്ലാ മാസവും ധനസഹായം നൽകുമെന്ന് പറഞ്ഞു. അതും ഈ ഒരു ബഡ്ജറ്റിലില്ല. പിന്നെ വെറുതെ എന്തിനാണ് ഈ 1 കോടി രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ടോട്ടൽ 2 കോടി രൂപ വെച്ചിട്ട് ഈ പറയുന്ന പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്മാരകം എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് വേണമെങ്കിൽ ലൈബ്രറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങുകയാണെങ്കിൽ തന്നെ 1 കോടി രൂപയുടെയൊക്കെ ആവശ്യകതയുണ്ടോ? ഈ പൊതുഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇന്ന് ഈ ഒരു പ്രഹസനവുമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരണമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്നോ പെട്ടെന്ന് എന്തൊക്കെയോ പൊട്ടി വീണിരിക്കുകയാണ്. വലിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഇവരെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിനെ മുന്നിൽ കണ്ടിട്ടാണ്? സംഘീവൽക്കരണത്തിനെ മുന്നിൽ കണ്ടിട്ടാണല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇതൊരവസ്ഥയൊക്കെയാണ്.